ഷെയർ ചെയ്തോടാ. പിന്നെ ഷെയർ സബ്സ്ക്രൈബ് എങ്കിലും ചെയ്യടാ. ഒന്ന് പോപ്പാ. പൊന്നുമോനെ നിന്റെ അപ്പനാണോ പറയുന്നത്? സബ്സ്ക്രൈബ് ചെയ്യടാ. അറിയണ്ട ചെയ്ത് ആ ബെൽ ബട്ടനൂടെ. ചവിട്ടിപ്പൊടിച്ചാൽ അകത്തോന്നും വലിച്ചു കയറത്തോളൂ ഞാൻ. സർക്കാർ എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവന്നാൽ എന്തുവാ? കാല് പറന്ന മനുഷ്യന്മാർക്ക് ഓണമില്ലാത്രത്തോളം കാലം ഇവിടെ ഇങ്ങനെ നാറി തന്നെ കിടക്കും. എന്താണത്? ആക്രി കച്ചവടം തുടങ്ങിയോ? ദാണ്ടാ താഴെ കുറെ കുപ്പിയുടെ പോണ്ട്, അതുകൂടെ പറക്കിക്കും. അമ്മച്ചോട് പറയണം, നിന്റെ കണ്ണിലെന്തോടാ കുരുവാണോ? എടാ നീ നാഴിക്ക് 40 വട്ടം തേച്ചടക്കാൻ ഇറങ്ങുന്ന കടവല്ലയോ? എടാ നിന്റെ മിറ്റത്ത് മുടാറപ്പിട്ടാ നീ പൊരിക്കണത്തിലൂടാ, അതോ തിന്നച്ച് തിരിഞ്ഞു തുണിയിട്ട് പെടുത്തു വാങ്ങുമോ? കാലത്ത് കുളിക്കണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. എന്തുവാ പറഞ്ഞു? വഴിയെ പോയതിനെ എടുത്ത് കോണാക്കി വെച്ചെന്ന് പറഞ്ഞതാ. പോയോ? പുരുഷനോ വിളിയാ ഇങ്ങോട്ട്. ഇയാള് കൂടുതലേറെ ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. അതിനവിടെ ഹരിതകർമ്മസേനൊക്കെ ഉള്ളത്. ഹരിതകർമ്മസേന ആ 2 പെൺകുഞ്ഞുങ്ങൾ കിടന്ന് കഷ്ടപ്പെടുവാ. ഇയാളോട് അങ്ങോട്ട് എന്നൊക്കെ ഉണ്ടാക്കും. അല്ലേ ഒരു വാർഡ് മുഴുവൻ വൃത്തിയാക്കാൻ 2 കുഞ്ഞുങ്ങൾ. എന്തിനു ന്യായം ഇത്? പുരുഷൻ അവിടെ ഇടവും മണവും കാണും. ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് എന്തൊരു നാറി വർത്താനോ അടി വെച്ച് പറയുന്നത്. എന്തായാലും ഈ വേസ്റ്റിന് അത് നിന്റെ മൂക്കടഞ്ഞിരിക്കുന്നുണ്ടാ. കൂട്ടം പോലെ നാറുവാ. നടക്കുന്ന പിള്ളേർ സ്നഗ്ഗി. നമ്മുടെ നാട്ടിൽ പേര പിടിക്കുന്നവന്മാര് മാത്രമാ രാജാവ്. രാജാവല്ലടി, രാജാവ്. മറ്റുള്ള രാജ്യത്ത് ഈ ജോലിക്ക് അതിൻ്റെതായിട്ടൊരു മഹത്വവും കൂലിയും ഉണ്ട്. കൂലി 50 ഗുണവും ചോദിച്ചാൽ വായിലും വള്ളത്തിലും കൊള്ളാത്ത വർത്താനം കേട്ടേച്ച് വേണം ഇങ്ങോട്ട് പറയാൻ. കഴിഞ്ഞാടാ, നീ വണ്ടി ഇട്. പാപ്പുവേ അതോടാ, നീ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് അറിയാടാ. അറിയും അങ്ങനെ 4 മണിയാകുമ്പം പശുരം പിഴിഞ്ഞേച്ച് നേരം പല കളിക്കുമ്പോൾ എൻ്റെ കണ്ണാക്കി കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കും. പ്രായോഗ്യം പെരയ്ക്കാത്തൊരു കഥ കളിച്ചേക്കുക എന്നെ നാറിയൊക്കെ. രാവിലെ കുറച്ച് ചാരാഴ്ചോണ്ട് വന്നിരിക്കുക പെണ്ണുങ്ങളെ വായിരിക്കുന്ന കേൾക്കാൻ. ഇന്നത്തെ അല്ല ഇന്നലത്തെ എന്തുപടി അങ്ങേർക്ക് പണി? ആർക്കറിയാം അവന്റെ പണി എന്തോന്ന്? നീലിട്ടോണ്ട് പോകുന്ന കാണാം. ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങളാ ബിസിയോ എന്നാ ഇപ്പൊ വണ്ടിയും ഇല്ല പുകയും ഇല്ല. ഞങ്ങളുടെ വീട്ടിലൂടെ വരണേ. എന്തുപടി? അല്ല താഴെ പട്ടാളക്കാരൻ, അയാള് കുടിച്ച കുപ്പി എല്ലായിടത്തും വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്ന് നമുക്കാണ് കിട്ടുന്നത്. എന്തൊരു വിലയുള്ള സാധനം അങ്ങനെ കുടിക്കുന്നതെന്ന് അറിയാമോ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങളുടെ അണ്ണം കൂച്ചുന്ന ജവാനല്ല ആ ജവാൻ കുടിക്കുന്നത്. ഓ പിന്നെ കൂച്ച് വല്യമ്മ കുപ്പി സ്റ്റോക്കില്ല കാലന്മാര്. ഹലോ, ശശി മുതലാളി അല്ലയോ?
ഞാനാ വടക്കേ വീട്ടിലെ പാപ്പു. എൻ്റെ കാര്യം ഭയങ്കര കട്ടമാ മുതലാളി. എൻ്റെ പെണ്ണുമ്പിള്ള എന്നെ കളഞ്ഞേച്ച് പോയി, പിള്ളേരും പോയി. ഞാൻ ആ മൂദേവി എടുത്ത് പറഞ്ഞേ മുതലാളി, ആ കുണം പിടിക്കാത്തവരിറങ്ങി പോവും, നമ്മുടെ ഗിരീഷെണ്ണം മന്ത്രിയാവും, നമുക്ക് കിട്ടാനുള്ള കാശൊക്കെ കുടിശ്ശ സഹിതം കിട്ടുമെന്നൊക്കെ. അവള് കേട്ടില്ല മുതലാളി, അവൾക്ക് വിശ്വാസമില്ലെന്ന്. വളയം പിടിക്കുന്ന കൈയില്ലേ മുതലാളി. തരിച്ചു വന്നപ്പോൾ ഞാനൊരു പൊട്ടീര് പൊട്ടിച്ചു. ഞാൻ എന്തോ ചെയ്യും മുതലാളി? മുതലാളി എന്ന് പറ. അവനതിന് പെറ്റ് കിടക്കുവാന്നോ? വെളുപ്പാങ്കാലത്ത് 5 മണിയാകും തൊട്ട് ഒരുത്തം വീട്ടിന് വെളി വന്ന് കാവലിരിക്കുക. നമ്മുടെ കൊച്ചുകുണ്ടിലെ ബാബു, അവൻ 6 മാസത്തെ പാലിന്റെ കായ് കൊടുക്കാണ്ട് പോയി. ഞാനിവിടെ ഉണക്കമീനും ഉണ്ടവളം ഞാൻ വിടുക. വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയായിരുന്നു, കട്ടിക്ക് കൊണ്ട് പോകാത്തതാ. ഇപ്പം പാലും മൂഞ്ചി, തൈരും മൂഞ്ചി. അങ്ങനൊന്നും പറയല്ലേ മുതലാളി. മുതലാളി എൻ്റെ കാണപ്പെട്ട ദൈവമല്ലയോ? കാണപ്പെട്ട വേണ്ട മുതലാളി ഇച്ചിരി അരി സാധനം കൊടുത്തു തന്നെ മുതലാളി. പട്ടത്തലവന് 500 രൂപയും. അപ്പൊ അന്ന നാറി നിന്റെ പെണ്ണുപിള്ള കൊണ്ടുപോയ സ്നഗ്ഗിയുടെ കാശ് വരെ തരാനുണ്ട്. ഞങ്ങിയല്ല മുതലാളി. പെണ്ണുപിള്ളയുടെ വീതം പെണ്ണുപിള്ള, കെട്ടിയവന്റെ വീതം കെട്ടിയവന്, പിള്ളേരുടെ വീതം പിള്ളേര്. ശശിയെന്തോടെ സാധാരണ ബാങ്ക മര്യാദക്ക് എനിക്ക് തരാനുള്ള കാശും തന്നേച്ച് ഈ 365 പേജിന്റെ പറ്റുബുക്ക് എടുത്തോണ്ട് പൊക്കോണം. ഇന്ന് ഇവനെ മൂത്രം ഒഴിക്കാൻ പോലും വിടരുത്, പിടിച്ചിരുത്തി കാശ് വാങ്ങണം. എന്തായാലും പറയാനേ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ ഒറ്റ വിളിയാന്ന് വിളിച്ചാൽ മതി. എടി ചേച്ചി, നീ എന്തിനാ പേടിക്കുന്നേ? നീ എൻ്റെ കൂടെ കട്ടക്കങ്ങ് നിന്നാ മതി. പാവമാമൻ, വാ മാമാ. ഞാനാ പാവമാമൻ. മുതലാളി, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും രണ്ടും തിരിച്ചെടുക്കാൻ പറ്റുകയല്ലേ മുതലാളി? കട്ട് ചെയ്തിട്ട് പോയോ പന്നത്തണ്ടി നാറി. എൻ്റെ അമ്മയുടെ ഉപ്പും മുളകും മഞ്ഞളും സർക്കാർ വരെ കടം വാങ്ങിച്ച് തിന്നു. അത് മാത്രം മുതലാളി ഉണ്ടാക്കുന്നത്. തട്ടിവിളി തട്ടിവിളി, അവനകത്തുണ്ട്. ഉടായിപ്പ ആരാ? ഞങ്ങളാ. ഞങ്ങളാന്ന് പറഞ്ഞ പേരില്ലേ? ആക്രി ഓർക്കാൻ വന്നതായിരിക്കും. എന്താ വെച്ചാ വലിയ ആള് കല്യാണിയാ? എടാ വാവേ, നീ ഇതുവരെ പോയില്ലേടാ? എൻ്റെ പാലിൻ്റെ കായ എന്റെ പാലും വെള്ളത്തിന്റെ കായം അച്ചു അടുത്ത ജനയായി. ചനയെല്ലാം ആയോളൂ. ഞാനിവിടെ പെറാറായി നിൽക്കുക. അമ്മാതിരി നിപ്പാ നിൽക്കുന്നത്. ഞാനല്ല, എൻ്റെ പശു. ഇതാ നോക്കണേ. ചേട്ടാ വേസ്റ്റ് ഉണ്ടോ? ചേട്ടാ വേസ്റ്റ് ഉണ്ടോന്ന്? ഈ വീട്ടിലെ മൊത്തത്തിലുള്ള ഒരു വേസ്റ്റാ ഞാൻ. എടുത്താ പൊങ്ങോച്ചേ. വർത്താനോ? എന്താ പറഞ്ഞേ? അന്ന ഒറ്റമ്മോളെ അത് വീട്ടിൽ വന്ന് എന്റെ തക്ക അർത്ഥം പറഞ്ഞു. തെമ്മാടിത്തരം പറഞ്ഞ ചത്തുപോയ നിന്റെ തന്തയല്ല, നിന്റെ ചത്തുപോയ വല്യപ്പന വരെ പറയും. മോള് പറഞ്ഞോ മോളെ, ചത്തുപോയൊന്നും വലിയ കുഴപ്പക്കാരല്ല, പക്ഷെ മരിച്ചുപോയവരെ സൂക്ഷിക്കണ്ടായി. ചേട്ടാ എന്നാ ഏമാ പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത വീടൊന്നും അല്ലല്ലോ ചേട്ടൻ്റെത്. ഉപയോഗിക്കുമ്പോ അത് കൃത്യമായിട്ട് സംസ്കരിക്കുക വേണം. അതിനുള്ള കൃത്യമായ സംവിധാനങ്ങളും പഞ്ചായത്ത് ഒരുക്കിയിട്ടുമുണ്ട്. എന്താ സംവിധാനം നമ്മുടെ പഞ്ചായത്ത് ഒരുക്കിയേക്കുന്നത്? എടാ മുക്കിനും മൂലയ്ക്ക് കോഴിക്കോട് ഉണ്ടാക്കിയത് നീ കണ്ടിട്ടില്ലേ? അല്ല മോളെ, മാമൻ ആദ്യം വിചാരിച്ചത് പഞ്ചായത്തിന് വല്ല ആട്ടുംകൂടോ കോഴിക്കോടോ വല്ല ആയിരിക്കും. ഇവിടെ 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 നീ രണ്ടെണ്ണം കൂടെ ഈ വേസ്റ്റ് എല്ലാം കൂടെ പൊക്കിയെടുത്ത്
ബാബുവിന്റെ കോഴിക്കുട്ടിക്കല്ലോ നിൽക്കും. എൻ്റെ അല്ല, പഞ്ചായത്തിൻ്റെ. ആ പഞ്ചായത്തിന്റെ എങ്കിൽ പഞ്ചായത്തിന്റെ. അവിടുന്ന് നാട്ടുകാരുടെ അന്തക്കുളിയും തള്ളക്കുളിയും കേൾക്കുമ്പം അവിടുന്ന് വീണ്ടും പൊക്കി എടുത്ത് പഞ്ചായത്തിന്റെ ആട്ടുകൂട്ടി കൊണ്ടിരുന്നു. അല്ലല്ല, അതിന് വലിയ കൂടാ. രണ്ടു കറവ ബസ്സിനെ നിർത്താൻ പറ്റും. ബാബു ഇങ്ങോട്ട് കാട്ടാ ഇടയ്ക്ക് കയറിയാട്ടെ ഉണ്ടാക്കാൻ വരല്ലേ കേട്ടോ. യെസ് ബ്രോ. അല്ല ഞാൻ എന്തായി പറഞ്ഞു വന്നേ? എന്തോടെ വെച്ച് പറഞ്ഞു? എന്തോടെ വെച്ച് പറഞ്ഞു? ഉണ്ടാ ഉണ്ടാ ഉണ്ടേ ഉണ്ടല്ല, വേണ്ട. ചേട്ടാ ഈ കൊച്ചേ, എന്റെ വീട്ടിലെ 4 പാട്ടം കവറ ഞാൻ എന്റെ കയ്യിൽ കത്തിച്ചോളാം. നിനക്കൊന്നും തരാൻ എന്റെ വേസ്റ്റും ഇല്ല, കയ്യിലാക്കി പൈസ പോകാൻ നോക്കും. ആഹാ, ചേട്ടന്റെ പാട്ടയും കവറും ചേട്ടന്റെ അയ്യത്തിട്ട് കത്തിക്കുമ്പോഴേ അതിന്റെ പുക ചെന്ന് കയറുന്നത് അയലത്തുള്ളവന്റെ അണ്ണാക്കില്ല. അതിന് ഇന്ന് കൊണോവീരം പറയാതെ പോയി എടുത്തോണ്ട് വേണം ആക്കി. നടി നടി നിന്റെ അമ്മ ഇന്നാ നടി നിന്റെ അമ്മ ഇന്നാ നടി നടി വിടിയറി വിടിയറി ഇന്നാ നിന്റെ വീട്ടിലുള്ളവരെ കൊടുക്കാണ്ടേ ഇന്നാ കൊണ്ട് കളി കൊണ്ട് കളി ആ വരി പോടാ വീട്ടിൽ കയറാ വീട്ടിൽ കയറാ എടാ നാളെ നിനക്കൊക്കെ ചാത്തിന്റെ പ്രായമാ. ആണടി നിന്റെ അമ്മ ആദ്യം കെട്ടായിരുന്നു ഞാനാ. ആ വാടി വാ സന്താപ്പായി വിളിയടി. ഇവനെ ഇന്ന് പണി കൊടുക്കാതെ കുഞ്ഞമ്മ ഇന്ന് വീട്ടിൽ കിടക്കും. തന്തയ്ക്ക് വിളിക്കുവാ. മയില് പാത്തിരിക്കുവായിരുന്നു. മയിലുകൾ കയറി പാത്തിരിക്കുവാന്ന്. നിങ്ങളെയാ? ഇങ്ങോട്ട് പാടി വന്നേ. പാട്ട് പോളെ എടാ നിനക്ക് എന്റെ തന്റെ ഓട്ടക്കുളത്തിൽ കൊച്ചുപാപ്പിനെ അറിയാവോ? കൊച്ചുപാപ്പിന്റെ വാരിയ എന്റെ അമ്മ നാണി അറിയോ? തന്തയ്ക്ക് കാണിച്ച് എന്റെ അപ്പനെ ഒറ്റ ചവിട്ടിന് വെളിക്കിരുത്തിയിട്ട് ഇന്നും ചെലവിന് കൊണ്ടോ എന്റെ അമ്മ നാണി. ആ നാണിയുടെ മോളാ ഞാൻ കുഞ്ഞന്നാമ. നാണിയുടെ മോളോ? നാണിയുടെ മോളാ? നിങ്ങൾ ചുണ്ടൊക്കെ ചെന്ന് ബ്ലോക്ക് വഴി ഇട്ട് കൊടുക്കാതെ ഈ കുഞ്ഞനാമ ഇവിടുന്ന് പോത്തില്ല. ചുണ്ടക്ക് മോളെ കൈ എടുക്കണോ? 10 രൂപ. എന്റെ വീഡിയോ കൈ എടുക്കണോ? അനുവാദം ഇല്ലാതെ പെണ്ണുങ്ങളുടെ കൈ കയറി പിടിക്കാൻ തനിക്ക് ആരാണോ അധികാരം തന്നെ? എന്നാലും ഒരു 50 രൂപയ്ക്ക് കയറിയില്ലാത്ത സർക്കാർ കൊടുക്കാനായല്ലോ ദൈവം. എന്റെ പൊന്നുപിള്ള നീ എന്തിനാടി എന്നെ കാണിച്ചു പോയത്? പഴക്കൊണ്ടായപ്പോ ചെവുക്കന്നത്തൊരു ചെറിയ അടി മുക്കിന്ന് പൈന്നിച്ച് ചോര വന്നു. ഈ ചെറിയ കാര്യത്തിനകത്തോടെ നീ എന്നെ കാണിച്ചു പോയത്. നാഗണ്ട കഞ്ഞിയായി കണ്ട വലാകെല്ലാം വന്ന് കയറി ഇറങ്ങി നിരങ്ങുക. മോളെ
ഈ തുണിപൊക്കലൊന്നും ഇവിടെ വലിയ മാർക്കറ്റില്ല. മന്ത്രിമാർ പോലും താഴോട്ട് എല്ലാവരും ചെയ്യുന്നില്ല. പെണ്ണുമ്പിള്ള ചെലവുകൊണ്ട് തലക്കടിച്ചവനാ. സർക്കാർ പണിക്കാരനാ. അവൻ്റെ പണി നമുക്ക് കളയണം. എന്റെ പൊന്നെ ചക്കരെ നീ എന്റെ മാനം കാത്തടി. ഇത്രയും കരുതലുണ്ടായിരുന്നു എന്റെ പൊന്നെ. അവനകത്ത് വല്ല വെട്ടുകത്തിന്റെ ആവുമായിരിക്കും. എന്തോത്തിന് വെട്ടാൻ ഞാനേ നാണിയുടെ മോളാ. ഈ കുഞ്ഞനാമോ കാലം വെട്ടോട്ടെ. കൊച്ചനെ വണ്ടി ഇറ. ഇവിടെ പരമാവധി സമാനം പറയണോടാ. പാപ്പും പട്ടക്കിടന്ന് വീഴടാ. കിട്ടാ ചൂണ്ടക്കൊളുത്തിൽ തീറ്റ കൊരുത്തേ പള്ളത്തി പെണ്ണിനെ നാക്ക് മുറിഞ്ഞ് കുപ്പണ്ണച്ചാലിലെ ചെറു കലങ്ങി കേളപ്പൻ ചൂണ്ടക്കോലാഞ്ഞ് വലിച്ച് പാലം കുലുങ്ങി കേളം കുലുങ്ങി പാളത്തെ കയറിയ കൂടെ കുലുങ്ങി പാലത്ത് കയറുമ്പോ നാരായണ പാലം കിടക്കുമ്പോ കൂരായണ പണ്ടാരപ്പെട്ടിര പൂത്തു പൊളിച്ച് പത്തും പതുങ്ങിയും പമ്പ കടന്ന് ചെമ്പ് കടച്ച് കുമ്പ നിറച്ച് അന്തിക്ക് മുപ്പനം നാഞ്ഞു പിടിച്ച് അപ്പൊ ഞങ്ങളെ കല്യാണം കേട്ട് അവനെ ഞാൻ ചവച്ചരച്ച് 3-4 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴാ അവള് ചവച്ചരയ്ക്കുന്നത്. വളരെ അനക്കമാരെ ഓടിക്കോടി. പുരുഷൻ കൃഷ്ണവിലാസത്തിൽ പുരുഷൻ. ഞാൻ എന്താ വേണം? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നു. അതിന് ഞാൻ നന്നായി. നിങ്ങളുടെ ഉപദേശവും ശകാരവും എന്നെ സ്വാധീനിച്ചു. ഒത്തിരുന്ന് വേസ്റ്റ് ഉറക്കി. വൃത്തിയും ശുദ്ധിയുള്ള നാട്ടിൽ നിന്നേ ആരോഗ്യമുള്ളൊരു ജനതയും സംസ്കാരവും ഉണ്ടാവുള്ളൂ ഞാൻ പഠിച്ചു. എന്റെ ആ വൃത്തികെട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യാമോ? മക്കളെ അതൊന്ന് ഡിലീറ്റ് ചെയ്തേക്കണ്ടടി. അണ്ണന് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളതാ. പഞ്ചായത്തിൽ ഇരിക്കുന്ന കാലമാർക്ക് ഇത് വല്ലതും അറിയണം. വാസേ അവളുമാർക്കാണ്ട് പണി കിട്ടുന്ന ടാക്കയുടെ പണി അവളുമാർ ചെയ്യുന്നെങ്കിലും തത്തമ്മയുടെ ചുണ്ടുന്നാവുക. തത്തമ്മ അമ്മാതിരി പെർഫോമൻസ് ആണ്. ഞാൻ അപ്പഴേ
പറഞ്ഞത് ആ പന്ന കാലന്റെ വീട്ടിൽ പോകണ്ടാന്ന്. നീ ഇങ്ങോട്ട് വലിയ നടക്കടി ചേച്ചി. എനിക്ക് വലുവിന്റെ സൂക്കേടുണ്ടടി. എന്നാ അങ്ങോട്ട് ഒന്ന് കയറിക്കോട്. എടി നാണിയുടെ മോളെ അങ്ങോട്ട് നോക്കി. എന്ത് ചാക്കേട്ടാണോ? ആരും ചത്തുകൊണ്ട് കിടക്കണു. ഷുഗറേ കുറഞ്ഞു പോയതാണ്, വീണു പോയി. അമ്പത് ഗുണവ. എന്റെ 50 ഗുണമേ വേണ്ട, ഒരു തേങ്ങ വേണ്ട. എന്നെ കൊണ്ട് അഴി എണ്ണിക്കും, ബോണ്ട എന്നിരിക്കും. ബോണ്ടയല്ല, ഗോതമ്പുണ്ട. എടാ മാറി, ഇത് പാലും വെള്ളത്തിൽ കാച്ചി നിന്റെ അണ്ണാക്കിൽ ഒഴിക്കാതെ ഞങ്ങൾ പെര കയറത്തില്ല. അയ്യോ എന്റെ പൊന്നിയേച്ചി ചതിക്കല്ലേ. ചേച്ചി ആരാ എന്റെ ചേച്ചി? അല്ല പെങ്ങളെ. എങ്ങനെ ഏത് വകയിലാണ് ഞാൻ നിന്റെ പെങ്ങളായേ? അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അല്ലേടെ ഇരിക്കുന്നേ? അവിടെ കാണിക്കുന്നേ അവള് പറ്റാൻ തോന്നുന്നതാ. പെണ്ണുങ്ങൾക്ക് ആദ്യം ചോദിച്ചാണ് ആ മുണ്ടോക്കി കാണിച്ചാണ്. താൻ കൂടുതലൊന്നും പറയുന്നു വേണ്ട. തന്റെ ഇടയ്ക്ക് 50 രൂപ ചോദിച്ചപ്പോ ഇല്ലേ താൻ ഈ കാണിപ്പ് പോകുന്നത്? എന്റെ പൊന്നുമോളെ എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടായിരുന്നു. ഇത് മൊത്തം ഞങ്ങൾ എന്റെ പൊന്നെ ചക്കര കാണിക്കല്ലേ. അറിയാതെ പറ്റിപ്പോയാ എന്റെ പൊന്നു ചക്കര അറിയാതെ പറ്റി. സത്യമായിട്ട് ഞാൻ എന്താ ഞാൻ വല്ലാത്തൊരു ഷുഗറിന്റെ ഗുളി കഴിക്കുന്ന പ്രഷർ കൂടിയതാന്ന്. എന്റെ അമ്മ ചെയ്യുന്നല്ല. എന്റെ പൊന്നുമോളെ നീ എന്റെ പൊന്നുമോളെ എന്റെ പെണ്ണുമ്പിള്ളവരെ പിണങ്ങി പോയി. എന്റെ കൊച്ചുങ്ങൾ പിണങ്ങി പോയി. ഞാൻ അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിന്നപ്പോ പറ്റിയതാടി. നീ ഒന്ന് കേക്കടി. ഞാൻ ഇതാ അങ്ങനെ പറയല്ലേ മോളെ. നോക്കെ ഞാൻ നിന്റെ അയ്യോ എന്നെ പറയല്ലേ എന്ന് പറയല്ലേ. ഞാൻ പോലെ എന്റെ പൊന്നുമോളെ ഞാനൊന്ന് പറയല്ലേ. ഞാൻ അറിയാതെ പറ്റിയാണ്. അല്ല അങ്ങനെ പറയല്ലേ. അയ്യോ അങ്ങനെ പറയല്ലേ. ഞാനങ്ങനെ പറയാം. എന്നിട്ട് നീ അങ്ങനൊന്നും അല്ലല്ലോടാ പൊന്നുമോനെ പറഞ്ഞത്. എന്റെ പൊന്നു വെച്ച എല്ലാം കൂടെ തേട്ടി വന്നപ്പോ അങ്ങ് പറ്റിപ്പോയതാ. പെണ്ണുമ്പിള്ളയുടെ തേട്ടല്, പിള്ളേരുടെ തേട്ടല്, എന്റെ കടം വാങ്ങിച്ച നാട്ടുകാരുടെ തേട്ടല്, പലചരക്കടക്കാരന്റെ തേട്ടല്, നിസാപ്പ്, മുത്തൂറ്റ്, എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ പെണ്ണുമ്പിള്ള വാങ്ങിച്ചു കൂട്ടിയതായതല്ല. നല്ല ഒന്നാം തരം പൊതയെ കണ്ടോ. കട്ടപ്പന വഴി പോകുന്ന കുമളി ബസ് സ്റ്റാൻഡ് കട്ടപ്പന വഴി കുമളി. ചോര കുടിക്കുന്ന പന്ന കൊളയട്ട ഉണ്ടെങ്കിൽ ചേട്ടാ നിയമോ? പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത വീടൊന്നും അല്ലല്ലോ ചേട്ടന്റെ. ഓടിക്കോടി. രാവിലെ കാലത്തെണ്ണീറ്റ് കുടിക്കണ്ടാവും. വെള്ളം ചേർത്ത് കൊടുത്താൽ മതി.
പട്ടിക്ക് കൊടുക്കണ്ടായിരുന്നു പട്ടിക്ക് കയ്യിലുണ്ട് എന്താ പോയി നിങ്ങളുടെ ഉപദേശവും സഹാരവും ആഫീസിൽ പോയിക്കൊണ്ടിരുന്ന പെണ്ണുങ്ങളാ അന്നാമ്മയും എടാ നിനക്ക് എന്റെ തന്ത കൊച്ചു എനിക്ക് പോരെ പോരെ മാമനോടെ കൊണ്ട് ഓടി മോളെ മാമന് പോയി പശുവിനെ പിടിച്ചാടി